ദുരന്ത നിവാരണം, അടിസ്ഥാന തത്വങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട നിയമവ്യവസ്ഥകൾ, വ്യവസ്ഥകൾ ലംഘിച്ചാലുണ്ടാകുന്ന ശിക്ഷകൾ എന്നിവയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറമുള്ള ഒരു പ്രതിഭാസമായാണ് പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ കാണുന്നത്. ദൈവഹിതം കൊണ്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളും ഇപ്പോൾ സർവ്വസാധാരണമാണ്. ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനും ദുരന്തങ്ങളെ ലഘൂകരിക്കാനും ദുരന്തത്തെ അതിജീവിക്കാനും 2005 നമുക്ക് ഒരു നിയമം വരുന്നത്. ദുരന്തകാര്യ നിർവഹണ നിയമം അഥവാ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 നിലവിൽ വരുന്നത്. ഈ നിയമത്തിലൂടെ ദുരന്തങ്ങളെ ലഘൂകരിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ദുരന്തകാര്യ നിർവഹണം എന്നതിൽ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കോർഡിനേറ്റിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് എന്നീ 4 പ്രവർത്തനങ്ങളാണുള്ളത്. ഈ പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റി എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം, ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കണം. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ശക്തികളെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്നാണ് അർത്ഥം. ഇവിടെ എല്ലാ വകുപ്പുകളും സ്ഥാപനങ്ങളും സംഘടനകളും ഓരോ പൗരന്മാരും എല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു. യുദ്ധസമാനമായ രീതിയിലാണ് ദുരന്തകാര്യ നിർവഹണ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. യുദ്ധമുഖത്തുള്ള പോരാളിയുടെ ഉത്തരവാദിത്വവും സ്വയം അർപ്പണ മനോഭാവവും ആണ് ഇവിടെ ഓരോരുത്തർക്കും ആവശ്യം. ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതകൾ തടയുകയാണ് ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്. ദുരന്തം സംഭവിച്ചു പോയാൽ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുകയാണ് അടുത്ത ഘട്ടം. കപ്പാസിറ്റി ബിൽഡിംഗ്, അതായത് ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത്, കാര്യശേഷി, കർമ്മശേഷി ഇവ വളർത്തിയെടുക്കുക. ഇതാണ് മറ്റൊരു പ്രവർത്തന ഘട്ടം. ഇനി 4ാമതായി വേണ്ടത് കരുതലാണ്. ഏതൊരു ദുരന്തത്തെയും കൈകാര്യം ചെയ്യാനും അതിജീവിക്കാനുമുള്ള തയ്യാറെടുപ്പ് അഥവാ പ്രിപ്പയർഡ്നെസ് ആണിത്. ദുരന്തങ്ങളെക്കുറിച്ചുള്ള അപായ സൂചനകൾ വളരെ ജാഗ്രതയോടെ കാണുക എന്നുള്ളതും പ്രധാനമാണ്. അപായ സൂചനകൾ അവഗണിക്കാതിരിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി. ദുരന്തം സംഭവിച്ചു പോയാൽ ദുരന്തമുഖത്ത് നിന്നും മനുഷ്യരെയും മൃഗങ്ങളെയും ഒഴിപ്പിക്കുക. റെസ്ക്യൂ ആൻഡ് റിലീഫ്, ജീവൻ രക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക, ഷെൽട്ടർ എന്നിവയാണ് 7ാമതായി ചെയ്യേണ്ടത്. ദുരന്തങ്ങളിൽ പെട്ടുപോയവർക്ക് സമാശ്വാസം എത്തിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതിനും അതിജീവനത്തിന് പ്രാപ്തരാക്കുന്നതിനും എല്ലാ സഹായവും ചെയ്യേണ്ടത് അതാത് ഏജൻസികളുടെ ചുമതലയാണ്. ദുരന്തങ്ങളുടെ ആഘാതത്തെക്കുറിച്ച് പഠിക്കുക, ദുരന്ത സാധ്യതകൾ മനസ്സിലാക്കുക, സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കുക എന്നിവയും വളരെ പ്രധാനമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രവർത്തന സജ്ജമായിരിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റികളാണ് ഈ ആക്ടിൻ്റെ നിർവഹണം ഉറപ്പുവരുത്തുന്ന ഏജൻസി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നു. ഇതൊരു പാരാമിലിറ്ററി ഫോഴ്സാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടറാണെന്ന് അറിയാമല്ലോ. ഈ DDMAയ്ക്ക് കീഴിലുള്ള ഇൻസിഡൻറ്റ് കമാൻഡർമാരാണ് താലൂക്ക് തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഈ നിയമത്തിലെ ചില ഹൈലൈറ്റ്സ് പരിശോധിക്കാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കപ്പാസിറ്റി ബിൽഡിംഗ് വളരെ പ്രധാനമാണ്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും, സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങൾക്കും, പ്രാദേശിക സമിതിയിലെ അംഗങ്ങൾക്കും ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണ്. ദുരന്തകാര്യ നിർവഹണ പ്ലാനുകൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും തയ്യാറാക്കിയിരിക്കണം. കൂടാതെ സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി രൂപീകരിക്കുന്നതിനും വ്യവസ്ഥയുണ്ട്. ഈ പോളിസിയിൽ 3 വിധത്തിലുള്ള മെഷറുകൾ ആവശ്യമുണ്ട്. ഇമ്മീഡിയറ്റ് ഓർ എമർജൻസി മെഷർ, ലോങ് ടേം മെഷർ ആൻഡ് ഹൈബ്രിഡ് മെഷേഴ്സ്. ഇതിനായി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രവർത്തിക്കുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഒരിക്കലും പൗരൻ്റെ ഹ്യൂമൻ റൈറ്റുകളോ സിവിൽ റൈറ്റുകളോ വയലേറ്റ് ചെയ്യരുത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ യാതൊരു വിവേചനവും പാടില്ല. എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം.
ഇവാക്യുവേഷൻ നടപടികൾ ഇൻസിഡന്റ് കമാൻഡർമാർ നിയമാനുസൃതമായി നിർവഹിക്കേണ്ടതാണ്. ദുരന്തങ്ങളിൽ പെട്ടുപോയവർക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് റിലീഫിന് അർഹതയുണ്ട്. ഈ മിനിമം സ്റ്റാൻഡേർഡിലുള്ള ഭക്ഷണം, കുടിവെള്ളം, താമസ സൗകര്യം, സാനിറ്റേഷൻ, വൈദ്യസഹായം എന്നിവ ഉറപ്പായും നൽകിയിരിക്കണം. വിധവകൾക്കും അനാഥർക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതാണ്. ദുരന്തങ്ങളിൽപ്പെട്ടവർക്ക് പാർപ്പിടം, ഉപജീവന മാർഗം ഇവ പുനഃസ്ഥാപിക്കുന്നതിനും ആവശ്യമായ സഹായം ചെയ്യണം. ജീവഹാനി സംഭവിച്ചവർക്കുള്ള എക്സ്ഗ്രേഷ്യ കാലതാമസം കൂടാതെ നൽകണം. അതിജീവനത്തിനും അടിസ്ഥാന സൗകര്യ പുനർനിർമ്മിതിക്കുമുള്ള നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിക്കണം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി പറയാം. ഇനി പറയുന്നതെല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ്. 1 വർഷം മുതൽ 2 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ. 1. ദുരന്തകാര്യ നിർവഹണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകളെ അതിൽ നിന്നും യാതൊരു കാരണവശാലും തടയാൻ പാടില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് അനുസരിക്കാതിരിക്കുന്നത് കുറ്റകരമാണ്. അതുപോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുക, വകമാറ്റി ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുക, പണം തെറ്റായി അവകാശപ്പെടുക, ദുരന്ത നിവാരണ നിധിയിലെ പണം തെറ്റായി ചെലവഴിക്കുക എന്നിവയും ക്രിമിനൽ കുറ്റങ്ങളാണ്. അതുപോലെ തെറ്റായ അപായ സൂചനകൾ പ്രചരിപ്പിക്കുക കുറ്റകരമാണ്. റൂമർ മോങ്കറിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിക്കുന്ന വാർത്താക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കേണ്ടത് മീഡിയയുടെ ഉത്തരവാദിത്തമാണ്. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടുണ്ടാകുന്ന കുറ്റങ്ങളും ക്രിമിനൽ കുറ്റമാണ്. അതുപോലെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൈപ്പറ്റുന്നതിൽ വീഴ്ച വരുത്തുന്നതും ക്രിമിനൽ കുറ്റമാണ്. ഇപ്രകാരമുള്ള ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയോ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥനോ കോടതിയിലേക്ക് ഒരു കംപ്ലൈൻറ്റ് അയക്കേണ്ടതുണ്ട്. ഈ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നത്. സെക്ഷൻ 55, 56 ഇവയിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങിയ ശേഷം മാത്രമേ കംപ്ലൈൻറ്റ് അയക്കാൻ പാടുള്ളൂ. സെക്ഷൻ 65 വളരെ പ്രധാനമാണ്. ഈ സെക്ഷൻ 65 പ്രകാരം രക്ഷാപ്രവർത്തനത്തിന് അനിവാര്യമായ ഏതൊരു റിസോഴ്സും പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന സെക്ഷനാണിത്. സെക്ഷൻ 65. ഇവിടെ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ആളുകൾ, ഉപകരണങ്ങൾ, വസ്തുവകകൾ, സേവനങ്ങൾ, കെട്ടിടങ്ങൾ, സ്ഥലം, വാഹനങ്ങൾ എന്നിവ ഏതുമാകാം. പൊതുനന്മയെ കരുതി ഈ നിയമപ്രകാരം എടുക്കുന്ന നടപടികൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ വീഡിയോ അവസാനിക്കുകയാണ്. ദുരന്തങ്ങൾ നമ്മെ കീഴടക്കുകയില്ല. ഞങ്ങളുണ്ട് കയ്യെത്തും ദൂരെ, കരുതലായി കാവലായി. ഇത് കേരള റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പിൻ്റെ ഒരു പരസ്യവാചകമാണ്. താങ്ക് യു.